ഇതിനിപ്പോൾ അലർജി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫുഡ് അലർജിനോടാണ് ആൾക്കാർക്ക് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നം തോന്നുന്നുണ്ട്. കാരണം അത് കഴിക്കാൻ പറ്റുമോ, കഴിച്ചാലുള്ള ബുദ്ധിമുട്ട്, കഴിച്ചാലുള്ള പേടി. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഫുഡ് അലർജിയാണ് കുറച്ചുകൂടി പ്രശ്നക്കാരന്. അപ്പോൾ ഇതിപ്പം എൻ്റെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു, ഭയങ്കര സിവിയർ പ്രശ്നം എന്തോ ക്രാബ് കഴിച്ചു, അതിന് ശേഷം മേലെ മൊത്തം പൊന്തി, ചുണ്ടൊക്കെ പൊന്തി തടിച്ചു വീർത്തു, അതേപോലെ വയറുവേദന, ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ശ്വാസം മുട്ട്, അതേപോലെ BP ഓൾമോസ്റ്റ് ലോവർ സൈഡിലായിരുന്നു. അപ്പോൾ എമർജൻസിയിൽ നമ്മൾ അഡ്രിനാലിൻ കൊടുത്ത് അതിനെ സേവ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടന്നു. ഇപ്പോൾ നമ്മൾ എന്തിനോടാണ് അലർജി എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റെയറായിട്ടാണ് വരുന്നതെങ്കിലും ഇങ്ങനെ വരാറുണ്ട്. ഇതാണ് ബേസിക്കലി ആൾക്കാരുടെ ഒരു മനസ്സിലുള്ള ഒരു പേടി സ്വപ്നം അല്ലേ? എന്താണ് ഡോക്ടറെ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഫുഡ് അലർജി എന്ന് പറയുന്നത് ശരിക്കും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമ്മുടെ നാട്ടിൽ ഫുഡ് അലർജിയുടെ ഒരു പ്രിവലൻസ് ശരിക്കും വളരെ കുറവാണ്. ഈ പറഞ്ഞ അനാഫൈലാക്സിസ് പോലെയുള്ള ഈ ഒരു മാരകമായ കണ്ടീഷനിലൊക്കെ പ്രസന്റ് ചെയ്യുന്ന അലർജീസ് വളരെ കുറവാണ്. ആളുകൾ മിക്കപ്പോഴും ഒരു ഫുഡ് ഇൻടോളറൻസിനെയാണ് ഫുഡ് അലർജി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുമ്പം അത് ജസ്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു മാൽ ഫങ്ഷൻ പോലെ ഉള്ളൂ. അതായത് അവിടെ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ അലർജിയിൽ ഉണ്ടാവുന്ന പോലെ ഒരു IG മീഡിയേറ്റഡ് ആയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മൾ പാല്, മുട്ട അല്ലെങ്കിൽ വീറ്റ് ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ വയറിന് ചെറിയ അസ്വസ്ഥത പോലെ അല്ലെങ്കിൽ വയറിളക്കം പോലെ തോന്നുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അനാഫൈലാക്സിസിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ട്രൂ ഫുഡ് അലർജിയിൽ ഉണ്ടാവുന്ന പോലെ ഇമ്മീഡിയറ്റ് ഒരു റിയാക്ഷൻ അല്ല ഈ ഒരു കാര്യത്തിൽ. ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ കാണുന്നത് അത് മിക്കപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു വിത്തിൻ 1 day ഒക്കെയാണ് അങ്ങനെ പ്രസന്റ് ചെയ്യുക. ഇതൊരിക്കലും മാരകമായ അനാഫൈലാക്സിസ് ആയിട്ട് പരിണമിക്കില്ല. നമുക്ക് ഈ ട്രൂ ഫുഡ് അലർജി അതുപോലെ ഫുഡ് ഇൻടോളറൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ലാബ് ടെസ്റ്റുകൾ, അതുപോലെ സ്കിൻ പ്രിക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ എന്താണ് പറയുന്നത്? എന്തൊക്കെ ടെസ്റ്റുകളാണ് ഡോക്ടർ പേഴ്സണൽ യൂസിൽ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇവിടെ തന്നെ നമ്മളിപ്പോൾ അലർജി ആസ്മ ഫൗണ്ടേഷനിൽ കാലിക്കറ്റ് ബ്രാഞ്ച് ഇവിടെ തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് വെച്ചാൽ സ്കിൻ പ്രിക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതേപോലെ സ്പെസിഫിക് IG ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് അതിനോട് അലർജി ഉണ്ടോ ഇല്ലേ, ഇനിയിപ്പോൾ അത് അവോയ്ഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഐഡിയലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓറൽ ഫുഡ് ചലഞ്ചാണ്. പക്ഷെ അതിലേക്കൊന്നും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു അലർജീനെ കണ്ടുപിടിച്ച് അത് മാത്രം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കുറേ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പേഷ്യൻസിൻ്റെ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതിന്റെ പേരിലുള്ള ഒരു പേടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു CRD വരെ ഇപ്പം നമുക്ക് റീസെന്റ് ആയിട്ടുള്ള CRD വരെ അവൈലബിൾ ആണ്. അതെ, CRD എന്ന് പറയുന്ന കോമ്പണന്റ് റിസോൾവ് ഡയഗ്നോസിസ്, അതായത് ഘടകങ്ങളാക്കി തിരിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്ത് ഘടകത്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് നമുക്കിപ്പോൾ അലർജി ആസ്മ ഫൗണ്ടേഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയ റേറ്റിലാണ് കേരളത്തിൽ നമ്മളാണ് ഏറ്റവും കുറവ് റേറ്റിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് എന്ത് കോമ്പണന്റിനോടാണ് അലർജി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ട് കേക്കിലൊക്കെ എഗ്ഗൊക്കെ കേക്കിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാമോ. അപ്പൊ അങ്ങനെയൊക്കെ വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ട്. അതെ അതെ, ഒരു ന്യൂട്രീഷൻ അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നതിന് പകരമായിട്ട് അത് കുക്ക് ചെയ്യാതെ കഴിക്കാം. അപ്പോൾ പേഷ്യൻസിന് കഴിക്കാൻ പറ്റും. അതെ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അവിടെ അവോയ്ഡ് ആവുകയാണ്. പിന്നെ അതുപോലെ അതിന്റെ വേറൊരു ഉപയോഗം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഫ്രൂട്ട്സ് ചില ഐറ്റംസ് കഴിക്കുമ്പോഴൊക്കെ അവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്, മുഖത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒരു അനാഫൈലാക്സിസിലേക്ക് പോകുന്ന അലർജി ആണോ എന്നുള്ളത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എത്രത്തോളം കോഷ്യസ് ആയിട്ടിരിക്കണം, ഭാവിയിൽ ഇങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് മാരകമായ ഒരു അലർജി എപ്പിസോഡ് അവർക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് CRD വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അതെ അതെ അതെ, അപ്പോൾ അങ്ങനെ നല്ലൊരു അലർജി ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ് CRD. നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ വളരെയധികം റോളുണ്ട് CRDക്ക്.